സർക്കാരിൻ്റെ ഒക്ടോബറിൽ പുറത്തിറക്കിയ അമെൻമെൻറ്റ് നോക്കുകയാണെങ്കിൽ മാഗസിനിൽ നിന്നും 200 മീറ്ററാണ് ഫയർ ലൈനിലേക്ക് പറഞ്ഞിട്ടുള്ളത്. അത് നടപ്പിലാക്കുകയാണെങ്കിൽ നമുക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നടത്താൻ സാധിക്കില്ല. അപ്പം അതിൽ ഒരു റിലാക്സേഷൻ വേണമെന്നാവശ്യപ്പെട്ട് ഇരു ദേവസ്വങ്ങളും കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MP-യും മന്ത്രിയും നമ്മുടെ തൃശ്ശൂരിലെ അദ്ദേഹത്തിൻ്റെ ഒപ്പം പോയി കേന്ദ്ര മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽജിയെ കണ്ടു, റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷ. അത് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. എങ്കിലും ഇനി ഏതാണ്ട് ഒരു മാസമേ ഉള്ളൂ. തൃശ്ശൂർ പൂരത്തിൻ്റെ ആദ്യത്തെ വെടിക്കെട്ട് എന്ന് പറയുന്നത് നമ്മുടെ കൊടിയേറ്റത്തിനാണ്. അത് 30-ാം തീയതിയാണ്. ഇന്നിപ്പോൾ 28-ആയി. ഒരു മാസമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ തീരുമാനങ്ങൾ വരാതിരുന്നാൽ അത് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ പോകും. അല്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഇരിക്കണേ. നമുക്കത് വെയിറ്റ് ചെയ്തിരിക്കാം. തീർച്ചയായിട്ടും ഓരോ ദിവസം കുറയല്ലേ. പൂരത്തിലേക്ക് കൗണ്ട് ഡൗൺ ആണല്ലോ ഇനി ഇതിലേക്ക് 32 ദിവസമുള്ളൂ നമ്മുടെ കൊടിയേറ്റത്തിന്. അങ്ങനെ എനിക്ക് ഇത് വരാണ്ടിരിക്കുമ്പോൾ വലിയ ആശങ്കയാണ്. അല്ല, ഇത് കുറ്റിങ്കൽ അപകടത്തിന് ശേഷം ഒരു കമ്മീഷനെ നിയോഗിച്ച് ചെയ്തിട്ടുള്ളൊരു അമെൻമെൻറ്റാണ്. അപ്പോൾ എത്ര വേഗത്തിൽ മാറ്റാൻ സാധിക്കുന്നത് നമുക്കറിയില്ല. എങ്കിലും നമ്മൾ ഈ കഴിഞ്ഞ വേലയ്ക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യാമെന്ന് പറഞ്ഞ് മാഗസിൻ കാലിയാക്കിയിട്ട്, അപ്പോൾ പിന്നെ ആ മാഗസിൻ എന്നുള്ള ഡിസ്റ്റൻസ് നള്ളിഫൈ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് കഴിഞ്ഞ വേലയ്ക്ക് അത് പൊട്ടിക്കാൻ സാധിച്ചു. എങ്കിലും തൃശ്ശൂർ പൂരം പോലൊരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിന് ഒരു ഇളവ് കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷ. സ്വാഭാവികമായിട്ടും കേന്ദ്രമന്ത്രിയെ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കൃത്യമായ മറുപടി മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമല്ലോ. അതെന്താണ് മന്ത്രി പറഞ്ഞത്? അവർക്ക് അവിടുത്തെ ടെക്നിക്കൽ എക്സ്പേർട്സാണ് തീരുമാനിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. ഇതൊക്കെ ഒരു എക്സ്പേർട്സ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവർ ഇതിൽ നമ്മൾ പറയുന്ന ഒരു ഇതെന്താ എങ്കിൽ ഒരു പേരൻ്റ് ആക്ടിലൊരു ടേബിൾ 3 ഉണ്ട്. ആ പേരൻ്റ് ആക്ടിലെ ടേബിൾ 3 പ്രകാരം മാഗസിനിൽ നിന്നും വീടുകളിലേക്ക് 45 മീറ്റർ മതി എന്നാണ് പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കെ മാഗസിനിൽ നിന്നും ഫയർ ലൈനിലേക്ക് എന്തുകൊണ്ടാണ് 200 മീറ്റർ വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അത്തരമൊരു പരാമർശം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, കേന്ദ്ര സർക്കാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ട് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമ്മൾ ഇരിക്കണേ. ഇപ്പോൾ അല്ല, നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നേരിട്ട് ഡൽഹിയിലേക്ക് ദേവസ്വങ്ങളുടെയും സെക്രട്ടറിമാർ പോയിരുന്നു. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ ഗോയൽജിയായിട്ട് കണ്ടിരുന്നു. പ്രതീക്ഷയിലാണ് ഇരിക്കണേ ഇപ്പോൾ. പക്ഷേ ഒരു മാസമേ ഉള്ളൂ ഇനി. മറ്റേ കൊടിയേറ്റം 30-ാം തീയതിയാണ്. വെറും 32 ദിവസമേ ഉള്ളൂ. അതിന് മുമ്പൊക്കെ ഇനി അതിൻ്റെ ഇടയിൽ കുറേ ഹോളിഡേയ്സ് വരും. വിഷു ചില്ലറ കാര്യമില്ല. അല്ല, അതിൻ്റെ വർക്ക് തുടങ്ങി. ഞങ്ങളത് ഒക്ടോബറിൽ തന്നെ റേസ് ചെയ്തിട്ടുണ്ട്. ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. അല്ല, തൃശ്ശൂർ പൂരത്തിന് മാത്രമല്ല, ഒന്നില്ലെങ്കിൽ ഡിഫർ ചെയ്യാം അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഡേറ്റ്. അതല്ലെങ്കിൽ ഈ പേരൻ്റ് ആക്ടിൽ 45 മീറ്റർ ഉള്ളൂ എന്ന് കണക്കിലാക്കിക്കൊണ്ട് ഈ അമെൻമെൻറ്റിൽ 200 മീറ്റർ എന്നുള്ളത് റിവേഴ്സ് ചെയ്യാം. പണ്ടുണ്ടായിരുന്ന അതേ സ്റ്റാറ്റസ് കോയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. അടുത്ത ദിവസം നെന്മാറ അല്ലെങ്കിൽ വേല വെടിക്കെട്ടിനെ അനുമതി നിഷേധിക്കുന്ന ആ നിലയിലേക്ക് വരുന്ന പോയാൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
അല്ല, ADM ഭാഗത്ത് നിന്ന് നിഷേധിച്ച് കഴിഞ്ഞാൽ പിന്നെ ആകെയുള്ളൊരു ഓപ്ഷൻ കോടതി സമീപിക്കുക എന്നുള്ളതാണ്. നിലവിലെ പ്രസവമാകുന്ന അല്ല, കോടതി സമീപിച്ചാൽ ഇപ്പോൾ കോടതിയും ഇപ്പോൾ അത്തരത്തിലല്ലേ? അല്ല, മാഗസിൻ എംപ്റ്റി ആക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യണോ എന്നുള്ളതാണ്. അതൊരു ലോജിക്കൽ ഡിസിഷനാണ്, അല്ലെങ്കിൽ അതൊരു മൈൻഡ് അപ്ലൈ ചെയ്തിട്ടുള്ള ഡിസിഷനാണ്. ഇപ്പോൾ പല ഡിസിഷൻസും മൈൻഡ് അപ്ലൈ ചെയ്യാണ്ടെടുക്കാം, പല ഡിസിഷൻസും മൈൻഡ് അപ്ലൈ ചെയ്തുകൊണ്ടെടുക്കാം. മാഗസിൻ കാര്യമാണെങ്കിൽ അത് മാഗസിനായിട്ട് കൺസിഡർ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് മൈൻഡ് അപ്ലൈ ചെയ്യാണ്ടിരിക്കുക വെച്ചാൽ മാഗസിൻ ഇസ് ഓൾവേസ് എ മാഗസിൻ എന്ന് പറയാം, അല്ലേ? എന്നാൽ മൈൻഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം മാഗസിൻ കാര്യമാണെങ്കിൽ പിന്നെ മാഗസിനെ മാഗസിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടതാണ്. ഇത് കുറേ പ്രാക്ടിക്കലായിട്ടും പല തീരുമാനങ്ങളും പല ഭാഗത്തു നിന്നും ഉണ്ടായാൽ മാത്രമേ ഇത് നടക്കൂ. സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ? എനിക്കവിടെ അത് ഒരുവിധ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ തിങ്കളാഴ്ച നടന്ന അസംബ്ലിയിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്ത് വന്നിട്ടുണ്ട്. തൃപ്തരാണ് തീർച്ചയായിട്ടും.